ലോകകപ്പ് സെമി ഫൈനൽ ലക്ഷ്യമിട്ട് മെസ്സിപ്പട നാളെ ഇറങ്ങും. ക്വാർട്ടറിൽ നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. കളിച്ച എല്ലാ മത്സരങ്ങളും ഗോളടിച്ച മെസ്സി തന്നെയായിരിക്കും നാളത്തെയും ശ്രദ്ധാകേന്ദ്രം. അവിശ്വസനീയ തിരിച്ചുവരവിന്റെ ആത്മവിശ്വാസത്തിലാണ് അർജന്റീന. ഈജിപ്തിനെതിരായ വിവാദങ്ങളുടെ അലയൊലികൾ തുടരുന്നതിനിടെയാണ് ക്വാർട്ടർ പോരിനിറങ്ങുന്നത്. കൊളംബിയയെ തോൽപ്പിച്ചെത്തുന്ന സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. ലോക ചാമ്പ്യന്മാർക്കൊത്ത ആധികാരിക പ്രകടനം കണ്ട ഗ്രൂപ്പ് ഘട്ടം 8 ഗോൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 1 മാത്രം. 3-3 ജയിച്ച് നോക്കൌട്ട് റൗണ്ടിൽ റൗണ്ട് ഓഫ് 32-ൽ എതിരാളികളായി എത്തിയത് ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെ. അനായാസ ജയം പ്രതീക്ഷിച്ച അർജന്റീനയെ വിറപ്പിച്ചു കേപ്പ് വെർദെ. അധിക സമയത്ത് ഗോൾ നേടി വിജയിച്ചെങ്കിലും അർജന്റീനയുടെ പ്രകടനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നു. ഫോർമേഷൻ അടക്കം മാറി പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെയും ഇറങ്ങി. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയ തിരിച്ചുവരവിലൂടെ ക്വാർട്ടറിൽ സംഭവ ബഹുലമായിരുന്നു അർജന്റീനയുടെ നോക്കൌട്ട് മത്സരങ്ങൾ. സ്വിറ്റ്സർലൻഡിനെതിരെയും 4-4-2 ഫോർമേഷനിൽ തന്നെ കളിച്ചേക്കും. മെസ്സിക്ക് കൂട്ടായി അൽവാരസ് ആയിരിക്കും മുന്നേറ്റത്തിലുണ്ടാവുക. ഖത്തറിന് മുന്നിൽ വിറച്ച സ്വിസ് ടീമിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബോസ്നിയയെ 1-4 ഗോളിനും കാനഡയെ 1-2 ഗോളുകൾക്കും തോൽപ്പിച്ചു. അൾജീരിയക്കെതിരെയും 2 ഗോളിന്റെ ആധികാരിക ജയം. പ്രീ ക്വാർട്ടറിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നാണ് ക്വാർട്ടറിൽ എത്തുന്നത്. 3 ഗോൾ നേടിയ ജൊഹാൻ മെൻസംബിയും 2 ഗോൾ നേടിയ ബ്രീ ലംബോളോയും റൂബൻ വർഗാസുമാണ് ഗോൾ നേട്ടത്തിൽ മുന്നിൽ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പാസ് പൂർത്തിയാക്കിയതിൽ 3ാമതുള്ള ഗ്രാൻഡ് സാക്ക, പ്രതിരോധത്തിലെ കരുത്തൻ മാനുവൽ അക്കാൻജി എന്നിവരാണ് ടീമിന്റെ കരുത്തർ. 1954 ശേഷം ആദ്യമായി ക്വാർട്ടറിലെത്തിയ സ്വിറ്റ്സർലൻഡ് ആദ്യ സെമി ഫൈനൽ ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. സ്വിറ്റ്സർലൻഡിനോട് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്ന റെക്കോർഡുണ്ട് അർജന്റീനയ്ക്ക്. കളിച്ച 7-ൽ 5-ൽ അർജന്റീന ജയിച്ചപ്പോൾ 2 മത്സരം സമനിലയിലായി. ലോകകപ്പിലും കളിച്ച 2 മത്സരങ്ങളിലും അർജന്റീനയ്ക്കായിരുന്നു ജയം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.